തിരുവോണത്തിന്റെ സ്നേഹവും പങ്കുവയ്ക്കലും പ്രവൃത്തിയിലൂടെ തെളിയിച്ച് കിഴക്കഞ്ചേരി മൂലങ്കോട് ദി ഹെൽപ്പ് ചാരിറ്റി ഓർഗനൈസേഷൻ. സംഘടനയുടെ നേതൃത്വത്തിൽ 101 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റും പാലിയേറ്റീവ് രോഗികൾക്ക് ചികിത്സാ ധനസഹായവും മംഗലം ദൈവദാൻ സെന്ററിലെ അന്തേവാസികൾക്ക് പുതുവസ്ത്രവും വിതരണം ചെയ്തു. നമുക്ക് എന്ത് കിട്ടും എന്നതിനേക്കാൾ നമുക്ക് എന്തു നൽകാൻ സാധിക്കും എന്ന ആശയത്തെ ജീവിത മൂല്യമായി സ്വീകരിച്ച 12 സുഹൃത്തുക്കൾ ചേർന്നാണ് ദി ഹെൽപ്പ് ചാരിറ്റി ഓർഗനൈസേഷൻ രൂപീകരിച്ചത്. ആരോടും സംഭാവന അഭ്യർത്ഥിക്കാതെ അംഗങ്ങൾ സ്വന്തം അധ്വാനത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന തുക ഉപയോഗിച്ചാണ് സംഘടനയുടെ മുഴുവൻ സാമൂഹിക സേവന പ്രവർത്തനങ്ങളും നടത്തുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 10 ലക്ഷം രൂപയിലധികം വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സംഘടന ചെലവഴിച്ചു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും ചികിത്സാ സഹായം ആവശ്യമുള്ള രോഗികൾക്കും വയോജനങ്ങൾക്കും അശരണർക്കും തുടർച്ചയായി കൈത്താങ്ങാവുന്ന പ്രവർത്തനങ്ങളാണ് സംഘടന ഏറ്റെടുത്ത് നടത്തിവരുന്നത്. ആർ പ്രമോദ്, വി മായൻകുട്ടി, എം കെ ശശി, ഗോപിദാസൻ, സിജു, കണ്ണൻ, ഷിബിൻദാസ്, സുരേന്ദ്രൻ, പ്രദീപ്, പ്രകാശൻ, സുഭാഷ്, അബ്ദുൽ ജബ്ബാർ എന്നിവരാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഓണത്തോടനുബന്ധിച്ച് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനൊപ്പം പാലിയേറ്റീവ് പരിചരണത്തിലുള്ള രോഗികൾക്ക് ചികിത്സാ ധനസഹായവും നൽകി. കൂടാതെ മംഗലം ദൈവദാൻ സെന്ററിലെ അന്തേവാസികൾക്ക് പുതുവസ്ത്രങ്ങളും കൈമാറി. ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോകുന്നവരിലേക്കും ആഘോഷത്തിന്റെ സന്തോഷം എത്തിക്കുക ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. ആലത്തൂർ MLA TM ശശി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓണം വ്യത്യസ്ത മേഖലയിലാണ്, വ്യത്യസ്ത രീതിയിലാണ്. ഏറ്റവും നന്നായി കുടുംബത്തോടെ നന്നായി ഓണം ആഘോഷിക്കുക എന്ന നിലയിലേക്കാണ് കാലങ്ങളായി നമ്മുടെ നാട് മാറിയിട്ടുള്ളത്. ഇപ്പോൾ സമീപകാലം കേരളത്തിന്റെ ജീവിത രീതികളാകെ മാറി. പഴയ പോലെയല്ല. ഞാൻ നേരത്തെ ഒരു പരിപാടിയിൽ വന്ന് ഓണത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്ന കൂടുതൽ പറഞ്ഞു. കാലം ആകെ മാറി. നമ്മുടെ സൗകര്യങ്ങൾ കൂടി, നമ്മോടൊപ്പം ബാക്കിയുള്ളവരെ കൂടി ചേർത്താൻ മനുഷ്യർക്ക് നല്ലപോലെ ചിന്തിച്ചു തുടങ്ങി. മലയാളികളുടെ പ്രത്യേകത തന്നെ നമുക്കറിയാം. ഏറ്റവും നന്നായി ചാരിറ്റി പ്രവർത്തനം. ആളുകൾക്ക് നമുക്കുള്ളതുപോലെ ഇല്ലാത്തവരെ സഹായിക്കുക എന്ന നിലയിലേക്ക് മനുഷ്യരുടെ പൊതുബോധം നന്നായി മാറി. സാമ്പത്തികമായോ അല്ലാതെയോ ശേഷിയുള്ളവർ അതിനനുസരിച്ച് സൗകര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ വല്ലാണ്ട് ശേഷി ഇല്ലെങ്കിലും എൻ്റെ നാട്, എൻ്റെ നാട്ടുകാർ പരമാവധി സഹായം ചെയ്യണമെന്ന ബോധ്യത്തിലേക്ക് അവനവനെത്തി മാറി. ഇതിനെല്ലാം നിരവധിയായ ഉദാഹരണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കിഴക്കഞ്ചേരി. അതോടൊപ്പം ഒരു കിറ്റും. അടുത്തത് ദാസൻ വരും. ദാസൻ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM കലാധരൻ അധ്യക്ഷനായി. അസീസി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഹാഷിം മുഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം U അഷ്റഫ്, വാർഡ് അംഗം മാലിനി കണ്ണൻ, MK ശശി, വി മായൻകുട്ടി എന്നിവർ ആശംസകൾ അറിയിച്ചു. വാർഡ് അംഗം R പ്രമോദ് സ്വാഗതവും ഗോപിദാസ് നന്ദിയും പറഞ്ഞു. ഓണത്തിന്റെ യഥാർത്ഥ സന്ദേശമായ സ്നേഹവും കരുതലും പങ്കിടലുമാണ് പരിപാടിയിലൂടെ സംഘടന സമൂഹത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടിയത്. UTV ന്യൂസ്, പാലക്കാട്.